ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് ഏറെ ആശങ്കപ്പെടുന്ന ഒരു പ്രധാന കാരണം പിമ്പിൾസ് തന്നെയാണ്. ഈ പിമ്പിൾസിന്റെ റീസൺ ഹോർമോൺ ഇംബാലൻസ് ഒരു റീസൺ ആണ്. എന്നാൽ അതിൽ ഉപരിയായിട്ട് മറ്റ് റീസൺസ് കൂടിയുണ്ട്. നമ്മുടെ സ്കിന്നിനെ ഓയിലി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഒരു ഓയിലി ആയിട്ടുള്ള ഒരു സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെ സെബം എന്ന് പറയും. ഈ സെബം നമ്മുടെ ഡെഡ് സ്കിൻസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ പോർസിനെ അല്ലെങ്കിൽ ആ സുഷിരങ്ങളെയൊക്കെ അടയ്ക്കുന്നത് കാരണം അതിനുള്ളിലേക്ക് ചെന്ന് അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി അവിടെ ഇൻഫ്ലമേഷൻ വരുന്ന ഒരു കണ്ടീഷനാണ് പിമ്പിൾസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഹൈജീൻ ഇല്ലെങ്കിൽ, പുറത്തുപോയി വന്നിട്ട് കൃത്യമായി ഫേസ് വാഷ് ചെയ്തിട്ടില്ല, കാര്യങ്ങൾ ചർമ്മത്തിന് ചെയ്തിട്ടില്ല എങ്കിൽ അത് പിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കോസ്മെറ്റിക്സ് ഒക്കെ ഒത്തിരി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മേക്കപ്പ് തിങ്സ് ഒക്കെ കുറേ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ പോർസ് ഇതേപോലെ അടഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പിമ്പിൾസിനെ ഓവർകം ചെയ്യാനായിട്ട് ഡെയിലി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഡെയിലി നമ്മൾ പുറത്ത് പോയി വന്നു കഴിയുമ്പം നല്ല പോലെ ഫേസ് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റീം എടുക്കാം. സ്റ്റീം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ്, അതായത് വെന്ത വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അലോവേര അപ്ലൈ ചെയ്യാം, തേൻ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് മാത്രം. അതോടൊപ്പം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണം, കാരോട്ടിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് പപ്പായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഇലക്കറികൾ, ധാതുക്കൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതൊക്കെ കഴിക്കുന്നതും നമുക്ക് ഈ സ്കിന്നിൻ്റെ റിങ്കിൾസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. സ്കിന്ന് നല്ല ഫ്ലഷി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കുടിക്കുന്നത് വളരെയധികം സഹായിക്കും.